നമസ്കാരം, ഏവർക്കും ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം. ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയിട്ടില്ലെങ്കിലും രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ പൊതു തെരഞ്ഞെടുപ്പിൽ പണാധിപത്യത്തിൻ്റെ സ്വാധീനത്തെപ്പറ്റി മുൻ MD-മാരായ PJ കുര്യനും അഡ്വക്കേറ്റ് K സുരേഷ് കുറുപ്പും നമ്മോട് സംസാരിക്കുന്നു. ഈ തരത്തിൽ അന്നും പണം കൂടുതൽ വേണം, പാർട്ടി സഹായിക്കുന്നുണ്ട്. സുരേഷ് കുറുപ്പിനാണ് പാർട്ടി സഹായിച്ചത്. പക്ഷേ ഇത്രമാത്രം പണത്തിൻ്റെ സ്വാധീനം തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പണത്തിൻ്റെ സ്വാധീനം ഒട്ടുമേ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ ഇലക്ഷൻ്റെ ക്യാമ്പയിനകത്ത് പണത്തിന് ഒരു പങ്ക് ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ വ്യത്യാസമുണ്ട്. ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ചിലവ് ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ അന്തം വിട്ടുപോകും. അത്ര സാധാരണക്കാരനായ ഒരാൾക്ക് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ ഞാനൊരു വസ്തുത പറയാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സീറ്റ് വളരെ കുറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ എന്ന് ഞാൻ പറഞ്ഞ എൻ്റെ തൊട്ട് മുമ്പത്തെ ഞാൻ പറയുന്നു, കോൺഗ്രസ് തോറ്റ ആദ്യമായി, അതായത് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലിരുന്നതിന് ശേഷം ഉള്ള 10 വർഷം അധികാരത്തിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. എന്താണ് ഒരു പ്രധാന കാര്യം? 10 വർഷം അധികാരത്തിലിരുന്ന കോൺഗ്രസ് അഴിമതി ആരോപണമൊക്കെ, മന്ത്രിമാരുടെയൊക്കെ ഇൻഡിവിജ്വൽ ആരോപണം ഒക്കെ, ആ മന്ത്രി കറക്റ്റായി, മന്ത്രി കറക്റ്റാണ്. പക്ഷെ ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് കറക്റ്റാകുകയോ പണം സമ്പാദിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ ഫലമായി കോൺഗ്രസ് കാൻഡിഡേറ്റിന് BJP കാൻഡിഡേറ്റ് സഹായിക്കാതെ അതിൻ്റെ ഒരംശം സഹായം കൊണ്ട് കൊടുക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. പല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ പണമില്ലാതെ പല നിയോജകമണ്ഡലങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയി. ഓരോ സ്ഥാനാർത്ഥിക്കും പാർട്ടി കൊടുത്തത് കേവലം ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോലും ആവശ്യമായതിൻ്റെ ഒരു 10-1 പൈസ പോലും കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല. പണമില്ലായിരുന്നു. അപ്പോൾ പണം, പിന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്, അത് ഞാനെല്ലാം ഞാൻ പണം തെരഞ്ഞെടുപ്പിൽ ഇന്ന് വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പരിധി വരെ പല മണ്ഡലങ്ങളിലെ റിസൾട്ടിനെ മാറ്റുവാൻ പണത്തിൻ്റെ സ്വാധീനത്തിന് കഴിയുന്നുണ്ട് എന്നതും അത് പലതരത്തിലാണ്. പണം നമ്മൾ അറിയത്ത് പോലുമില്ല എങ്ങനെയാണ് ആ പണം ഉപയോഗിക്കുന്നത് എന്നുള്ളത്, അത് സ്വാധീനിക്കുന്നതൊക്കെ എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതാണ് ഞാൻ വലിയ വ്യത്യാസമായിട്ട് കാണുന്നത്. പണത്തിന്റെ ചെലവും നേരത്തെ മുതൽ തെരഞ്ഞെടുപ്പുകളിലുണ്ട്. ഇപ്പൊ അത് 10 മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളത് സത്യമാണ്. കുര്യൻ സാർ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം 10 വർഷം കോൺഗ്രസ് ഭരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പണത്തിന്റെ അഭാവം കൊണ്ടാണ് തോറ്റത്. പണത്തിന്റെ അല്ല ഉണ്ടായിരിക്കില്ല, അതല്ല ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്. പണത്തിന്റെ അഭാവം ഉണ്ടായിരുന്നിരിക്കാം, അത് ശരിയായിരിക്കാം. പക്ഷെ ആ ഗവൺമെന്റ് ഒരു അങ്ങ് സ്ലൈഡ് ഡൗൺ ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ രാഷ്ട്രീയമായ ഒരു വലിയ കാരണങ്ങൾ ആ ഗവൺമെന്റിന്റെ പരാജയത്തിന് മുന്നിലുണ്ടായിരുന്നു. അതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ അതിലേക്ക് കിടക്കുന്നു. പിന്നെ ഈ എന്ത് പണാധിപത്യം ഉണ്ടെങ്കിലും ആ പണം ഇറക്കിയിട്ട് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ ജയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അനുകൂലമായ സാഹചര്യങ്ങളിലാണ് ഈ പണം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അല്ലാതെ അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങളില്ലാതെ നിങ്ങൾ പണത്തിന്റെ മാത്രം ബലത്തിൽ അങ്ങ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കളയാം എന്ന് വിചാരിക്കുന്നത് മുഖ്യമാണ്. അത് ശരിയല്ല. അതേസമയം BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്താ? അവർക്ക് അനുകൂലമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവര് പലതരത്തിലുള്ള ക്യാമ്പയിനുകളിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. അതിന്റെ പുറമെയാണ് ഈ പണത്തിന്റെ കുത്തൊഴുക്ക് വരുന്നത്. അപ്പം കോൺഗ്രസ് ദുർബലമായി, BJP ഈ പണത്തിന്റെ നിർബാധമായ ഒഴുക്ക്
തെരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ രണ്ട് ഘടകങ്ങളുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് അനുകൂലമായി അവരുണ്ടാക്കിയെടുത്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതിനോടൊപ്പമാണ് ഈ പണം. ആ പണം വന്ന സോഴ്സ് എല്ലാം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്നിപ്പോ സുപ്രീം കോടതി അടക്കം പറഞ്ഞു കഴിഞ്ഞു. അതായത് ജനാധിപത്യത്തിന്റെ എല്ലാ വിലയും കളഞ്ഞു കുടിച്ചുകൊണ്ട്, അതായത് ഇലക്ട്രൽ ബോണ്ട് ഇറക്കുക, ആ ബോണ്ട് ഭരണകക്ഷിക്കാണ് സ്വാഭാവികമായി ഏറ്റവും അധികം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അതിനൊരു കണക്കുമില്ലാതിരിക്കുക, അത് ആര് തന്നു എന്നുള്ളതിന് കണക്കില്ലാതിരിക്കുക, അത് ഏറ്റവും കൂടുതൽ BJPക്കാണ് വന്നത് എന്ന് നമ്മൾ ഊഹിക്കുകയാണ്. ഊഹം ശരിയാണ്, പക്ഷെ അതിന്റെ മുമ്പിലൊന്നും നമുക്ക് ഒരു കണക്കുമില്ല. ഞാൻ BJPക്ക് പണം കൊടുത്തു, അല്ലെങ്കിൽ എന്റെ കമ്പനി പണം കൊടുത്തോ, എത്ര രൂപ കൊടുത്തു, എത്ര, ഒന്നുമില്ല. ആർക്കൊക്കെ എത്ര കിട്ടി, അതുമില്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ജനാധിപത്യത്തെ ട്വിസ്റ്റ് ചെയ്ത് അവർക്ക് അനുകൂലമാക്കി തീർക്കുക. അതാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ചെയ്തത്. അപ്പൊ എന്റെ പോയിന്റ്, പണം മാത്രം ഒഴുകി ഒരു തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ വ്യക്തിയോ ജയിക്കാൻ പറ്റും. രാജ്യസഭയിലൊക്കെ ജയിക്കുമായിരിക്കും, കാരണം MLA-മാരൊക്കെ കാശ് കൊടുത്ത് മേടിച്ച് ജയിച്ച ചരിത്രമുണ്ട്. പക്ഷെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ അനുകൂല രാഷ്ട്രീയ സാഹചര്യം സുപ്രധാനമായ കാര്യമാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഈ പണത്തിന്റെ ഒഴുക്കും കൂടെ വരുന്നത്. അത് ഞാന് പണം മാത്രം കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല. എനിക്ക് കുറിപ്പ് ശരിക്ക് ഞാൻ പറഞ്ഞത് ശരിക്ക് പറയാനത് കൊണ്ടോ അല്ലെങ്കിൽ കുറിപ്പ് വശത്തെത്തിയില്ല. ഞാൻ പറഞ്ഞത് പല നിയോജകമണ്ഡലങ്ങളിലും വലിയ ഡിഫറൻസ് ഇല്ലാത്ത മണ്ഡലങ്ങൾ, അതായത് അത് ഞാനത് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 7 പ്രാവശ്യം പാർലമെന്റ് മത്സരിച്ചാണ്, എനിക്കത് വ്യക്തമറിയാം. ഈ വലിയ ഡിഫറൻസ് ഇല്ലാതെ ഒരുമാതിരി ഈക്വൽ ഫൈറ്റ് വരുന്ന മണ്ഡലങ്ങളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ആവശ്യത്തിന് പണമില്ലാതെ പോയാൽ തെരഞ്ഞെടുപ്പിന്റെ ആ സാധ്യത, അതായത് വിജയസാധ്യതയെക്കുറിച്ചുള്ള അസസ്മെന്റിൽ അയാൾ പറയും. അത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതായത് ഒരു പാർട്ടി എല്ലാ പ്രചരണവും പാരഫർണില്ല. ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയ, പത്രങ്ങൾക്കുള്ള അഡ്വർടൈസ്മെന്റ്, ക്യാമ്പയിൻ, അതുപോലെ തന്നെ ആളുകളെ ഈ പണം കൊടുത്ത് സ്ക്വാഡ് വർക്ക് നടത്തുക, പണം കൊടുത്ത ആളുകളെ വിടുക, അങ്ങനെ പണം മൂലം ഈ തെരഞ്ഞെടുപ്പിന്റെ കൊഴുപ്പ് കാണിക്കാൻ ഒരുപാട് ഇന്ന് സാധ്യതകളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്നും വേണ്ട, നമ്മള് നിസ്സാരമായി പറയുന്ന ഈ പോസ്റ്റർ, ബാനർ, ഒരു സ്ഥാനാർത്ഥിക്ക് പോസ്റ്റർ ബാനറും ഇല്ലാതിരുന്നാൽ മതി. അപ്പൊ തന്നെ ഇംപ്രഷൻ ഗോസ്, ഇയാളുടെ പ്രവർത്തനമൊന്നുമില്ല. മൈക്ക് അനൗൺസ് ചെയ്ത് അവരുടെ വോട്ട് കിട്ടും. പക്ഷെ ഒരു സ്ഥാനാർത്ഥി ഒരു മൈക്കും അനൗൺസ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ